എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തേത് വളരെ ഈസിയും ടേസ്റ്റിയുമായൊരു അടയുടെ റെസിപ്പിയാണ്. അരിയോ അരിപ്പൊടിയോ ഒന്നും ആവശ്യമില്ല ഈ അടയുണ്ടാക്കാൻ. ഈ അടയുണ്ടാക്കാനുള്ള പ്രധാന ചേരുവകൾ റവയും പഴവുമാണ്. വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം 1 കപ്പോളം റവ ഇടുന്നുണ്ട്. നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇത് ആൾറെഡി റോസ്റ്റ് ചെയ്ത റവ തന്നെയാണ്. നെയ്യിലിട്ട് ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കണം. നല്ലൊരു റോസ്റ്റഡ് സ്മെല്ല് വരുന്നവരെ വറുത്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് നന്നായി വറുത്തെടുത്താൽ മതി. റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടോടുകൂടി തന്നെ ബൗളിലേക്ക് മാറ്റാം. റവ ഇപ്പം നല്ല ചൂടുണ്ട്. ഈ ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് കുറച്ച് ശർക്കരപ്പൊടി ചേർക്കാം. ഏകദേശം അരക്കപ്പാണ് എടുത്തിരിക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത് വയ്ക്കാം. ചൂടോട് കൂടിയാകുമ്പോൾ ശർക്കര അലിയാൻ തുടങ്ങും. ആവശ്യമെങ്കിൽ ബാക്കിയുള്ളത് കൂടി ചേർക്കാം. ബാക്കിയുള്ളത് കൂടി ഇടുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് വയ്ക്കാം. ശർക്കരപ്പൊടിക്ക് അച്ചുവെല്ലത്തിൻ്റെ അത്ര മധുരം ഉണ്ടാകില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. 2 റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. 1 നുള്ളു ഉപ്പ്, 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർക്കാം. കൈകൾ കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. റവ കുറേശ്ശെ ചൂടുണ്ട്. ഇപ്പോൾ ഉണ്ണിയപ്പത്തിനെടുക്കുന്ന മൈസൂർ പൂവൻ പഴവും ഇതിനെടുക്കാം. ആദ്യം പഴം നന്നായി ഉടച്ചെടുക്കാം. ഇനി മിക്സ് ചെയ്യാം. വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പഴം കൊണ്ട് തന്നെ നനച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചേർക്കാം. ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്യാം. മാവ് റെഡി. ഇനി നമുക്ക് ഇലയിലേക്ക് പരത്തി സ്റ്റീം ചെയ്തെടുക്കാം. മാവ് ഇതുപോലെ തിക്കായിരിക്കണം. ഇനി ഇലയിലേക്ക് പരത്താം. വല്ലാതെ തിന്നായി പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല കട്ടിയുള്ള മാവായതുകൊണ്ട് തന്നെ മാവ് ഒഴുകൊന്നുമില്ല. അതുകൊണ്ട് സൈഡുകൾ മടക്കേണ്ട ആവശ്യമില്ല. ഇനി 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. വെള്ളം തിളയ്ക്കാൻ തുടങ്ങി ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. പത്ത് മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ രുചികരമായ സ്നാക്കിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.